KPCCയുടെ വിലക്കും താക്കീതുമൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരം പ്രകടനങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ ആരെ എന്ന് നിശ്ചയിച്ചാലും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചുകൊണ്ട്, അതേസമയം മറ്റ് നേതാക്കളുടെ അനുഭാവികൾ അതിനെ പ്രതികൂലിച്ചുകൊണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡിന് എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയല്ലേ ഉള്ളത്. ഇത് നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ നേതാക്കളോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു അനുകൂല പ്രകടനം എന്ന നിലയിലാണോ ഹൈക്കമാൻഡ് ഇതിനെ നോക്കിക്കാണുന്നത്? ഡാൻ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ AICCയുടെ പ്രതിനിധികളടക്കം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ ഇതൊരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഫലമാണ്, ഒരു കൂട്ടായ നേതൃത്വം, കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ്. കഴിഞ്ഞ 2 വർഷമായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നു തങ്ങൾ. 1 വർഷമായി AICCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് KPCCയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ ക്രെഡിറ്റ് ഒരു കൂട്ടായ നേതൃത്വത്തിനുള്ളതാണ് എന്ന് പരസ്യമായി തന്നെ അസംയുക്തമായി വ്യക്തമാക്കിയതാണ്. പക്ഷേ അവിടെ നിന്ന് അപകടം മണത്ത VD ക്യാമ്പ് കൃത്യമായി VD സതീശൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റി. അതിൽ VD പക്ഷം വിജയം കാണുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് AICCയുടെ പ്രതിനിധികൾ കേരളത്തിൽ MLA-മാരുടെ അഭിപ്രായം തേടി എത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തുന്ന പ്രകടനങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അത് സമ്മർദ്ദത്തിലാക്കി ഹൈക്കമാൻഡിനെ മുട്ടുമടക്കിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് അവർ എത്തിയിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരിക്കുന്നത്. ദീപദാസ് മുൻഷിയെ നേരിട്ട് അവർ അക്കാര്യം അറിയിച്ചെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ പടിയാണ് MLA-മാരുടെ അഭിപ്രായം തേടുക എന്നത്. ആ നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഘടകകക്ഷി നേതാക്കളുമായൊക്കെ സംസാരിച്ചത് ഒരു ജനാധിപത്യ ശൈലിയിൽ അവരുടെ നിലപാട് അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ പാർട്ടി ഹൈക്കമാൻഡിന്റെ നിലപാടായിരിക്കും നിർണായകമായി മാറുക. അത് നേരത്തെയും അങ്ങനെയാണ്, അതിലൊരു മാറ്റവും ഇത്തവണയുമില്ല. അങ്ങനെയിരിക്കെ ജനാധിപത്യപരമായി എല്ലാ കക്ഷികളുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ആ അഭിപ്രായം സമഗ്രമായ റിപ്പോർട്ടായി കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് കൈമാറാനിരിക്കെ ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ നടത്തുന്ന പരസ്യമായ പ്രതിഷേധങ്ങൾ, പോർവിളികൾ, നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം നടത്തുന്ന വാക്പോരുകൾ അതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പിൽ, ആ സമ്മർദ്ദ നീക്കങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും അവർ അത് അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദീപദാസ് മുൻഷിയോട് അതിൽ കൃത്യമായ മുന്നറിയിപ്പ് ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്പസമയത്തിനകം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിനായി MLA ഹോസ്റ്റലിന് പുറത്തേക്ക് എത്തും. ഇവിടെ വെച്ച് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. വൈകുന്നേരത്തോടെ അദ്ദേഹം ഡൽഹിയിൽ എത്തിച്ചേരും. പിന്നീട് സംസ്ഥാനത്തെ മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇന്ന് വൈകിട്ടും നാളെയുമായി ഡൽഹിയിലെത്തും. നാളെയായിരിക്കും ദേശീയ നേതൃത്വവുമായുള്ള സംസ്ഥാന നേതാക്കളുടെ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയുള്ള KC വേണുഗോപാൽ സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണമെന്നൊരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചാൽ അതിനോട് സംസ്ഥാനത്തെ മറ്റ് 2 പ്രധാനപ്പെട്ട നേതാക്കളുടെയും അവരുടെ അനുഭാവികളുടെയും ഭാഗത്തു നിന്നുണ്ടാകാനിടയുള്ള അനുരണനങ്ങൾ എന്താകും എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിനിടയിലാണ് ഇന്നലെ AP അനിൽകുമാർ ചെന്നിത്തലയുടെ വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറുന്നതും. അത് ചെന്നിത്തല വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനാണോ അതോ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നതാണ് ഇനി ആകാംക്ഷ ഉയർത്തുന്ന കാര്യവും. യെസ്, തീർച്ചയായും വലിയ മെജോറിറ്റിയോടുകൂടിയാണ് ജനങ്ങൾ UDF-നെ തെരഞ്ഞെടുത്തത്. കോൺഗ്രസിനും വലിയ മെജോറിറ്റി തന്നെയാണ് ലഭിച്ചത്. 63 MLA-മാർ ആണ്, നിയുക്ത MLA-മാർ ആണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ടെത്തി അടുത്ത സർക്കാർ ചുമതലയേൽക്കുക എന്നതാണ്. ഇനി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ആണ് ഉള്ളത്. അതിനിടെ പാഠപുസ്തകങ്ങൾ സമയത്തെത്തിയേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. മഴക്കാലമാണ് വരാനിരിക്കുന്നത്. മഴക്കാലത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളിലേക്ക് സർക്കാർ പോകേണ്ടതുണ്ട്. മറ്റൊരു സാമ്പത്തിക വർഷത്തിന് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ആ സാമ്പത്തിക വർഷത്തിലായിരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവിലുള്ള ഒരു വർഷത്തെ തയ്യാറെടുപ്പുകൾ നടക്കുക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ പുതുതായി ചുമതലയേൽക്കുന്ന സർക്കാരിന് ചെയ്യാനുണ്ട് എന്നിരിക്കെയാണ് പുതിയ മന്ത്രിസഭയും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ചുമതല ഏറ്റെടുക്കുന്നത് ഓരോ ദിവസവും വൈകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.